ഇന്നൊരു കടയിൽ പോക്കാണ് രാവിലെ കേട്ടോ. രാവിലെ ഞാൻ കടയിലേക്ക് പോകുന്നത് എനിക്ക് മീൻ വേണമായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് മീനൊക്കെ മേടിക്കണമായിരുന്നു. പിന്നെ എനിക്ക് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ മേടിക്കേണ്ടതൊക്കെ രാവിലെ കടയിലൊക്കെ പോയി ഞാൻ മീൻ മേടിച്ചു. മീനൊക്കെ മേടിച്ചിട്ട് വന്ന ശേഷം ഞാനാണെങ്കിൽ നമ്മുടെ അങ്കിളിന് പൈസയൊക്കെ കൊടുത്ത ശേഷം ഞാൻ പിന്നെ മീൻ മേടിച്ചുകൊണ്ട് നമ്മുടെ ഈ പലചരക്ക് കടയിൽ വന്നു. പലചരക്ക് കടയിൽ വന്നിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മേടിക്കണമായിരുന്നു. അപ്പം ഞാൻ കുപ്പിയിലാണ് ഞാനിങ്ങനെ വെളിച്ചെണ്ണ നമ്മുടെ ഈ ലൂസായിട്ട് മേടിച്ചതാണ് വെളിച്ചെണ്ണ. അപ്പം ഞാൻ ലൂസ് വെളിച്ചെണ്ണ മേടിച്ചു. പിന്നെ അവിടുന്ന് പയറും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് കടയിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടുന്ന് എനിക്ക് 2 നാരങ്ങ വെള്ളം കുടിക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞ് ഞാനും കൂടെ ആയിരുന്നു പോയത്, മൂത്തവളും ഞാനും കൂടെ ആയിരുന്നു പോയത്. അപ്പോൾ അവിടെ നിന്ന് നാരങ്ങ വെള്ളം കുടിച്ച് 2 പേരും കൂടെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ അതിൻ്റെയും പൈസയൊക്കെ കൊടുത്ത് അവിടുത്തെ അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് വീട്ടിൽ വന്ന ശേഷം ഞാൻ ചുന്തിരിയെ കൂട്ടിൽ കെട്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ചുന്തിരി അഴിക്കാനായിട്ട് കൂട്ടിൽ കയറി ചുന്തിരി അവൾ ഭയങ്കര കരച്ചിലായിരുന്നു ഞങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ അവളെ അഴിച്ച് അവളെ വെളിയിലോട്ട് കൊണ്ടുവന്ന് കെട്ടാമെന്ന് വിചാരിച്ച് അവളെ അഴിച്ചുകൊണ്ട് വന്ന് വെളിയിലോട്ടൊക്കെ ഒന്ന് കെട്ടി. പിന്നെ കെട്ടിയ ശേഷം ഞാൻ എനിക്ക് കുറച്ച് വിറവ് വേണമായിരുന്നു, വിറവൊക്കെ കീറണമായിരുന്നു. അപ്പോൾ അവളെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. പിന്നെ ഞാൻ ചെന്ന് മീനൊക്കെ എടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ ചീനിച്ചട്ടിയിലോട്ട് തട്ടിയിട്ട ശേഷം ഞാൻ പിന്നെ വരുന്ന വഴിയിലൊരു മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് റോഡിലോട്ട് ചാഞ്ഞ് കിടന്നതുകൊണ്ട് എനിക്ക് അന്നേരം ഒരെണ്ണം എനിക്ക് പറിക്കാൻ പറ്റില്ല, ചെറുതായിരുന്നു. അത് പറിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ സോയാബീനും പയറും ചെറുപയറും പിന്നെ ഇച്ചിരി ബേക്കറി എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബിസ്ക്കറ്റും പാലും മുറുക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആ മാങ്ങയായിരുന്നു പറിച്ചത് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ മീൻ മേടിച്ച കവറുണ്ടല്ലോ, കവറിൽ നിന്ന് കഴുകി ഞാനിങ്ങനെ കൊണ്ടുവന്ന് മാറ്റിയിടും. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നടാനോ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് മീനിൻ്റെ കവർ കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്മെല്ലൊന്നുമില്ല. അത് ഞാൻ കഴുകി അങ്ങ് കൊണ്ടുവന്ന് ഞാനൊരു ഷീറ്റിൻ്റെ പുറത്തോട്ട് ഇട്ട ശേഷം ഞാൻ പിന്നെ വന്ന് കുറച്ച് വിറവ് എനിക്ക് കീറണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എനിക്ക് പിന്നെ വിറവ് ഗ്യാസ് തീർന്നതുകൊണ്ട് കുറച്ച് വിറവ് ഞാൻ കീറിയായിരുന്നു. അപ്പോൾ അത് ഞാൻ കീറി എടുക്കുവാണ് കേട്ടോ. പിന്നെ കുറച്ച് വിറവ് നമുക്കൊട്ടും എന്താ പറയുക, നമുക്ക് ചീനിക്കമ്പൊക്കെ പറക്കി ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്കത് ചിരണ്ടി നമുക്ക് ഉണക്കി വാരി. ഇപ്പം മഴ ആയതുകൊണ്ട് മുറ്റം വൈകുന്നേരം എനിക്ക് തൂക്കാനും പറ്റുന്നില്ല. മഴ ആയതുകൊണ്ട് രാവിലെ തൂക്കാനും പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ മുറ്റത്തെല്ലാം ഇങ്ങനെ ഇലയൊക്കെ വീണ് കിടക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മീനൊക്കെ പിന്നെ വന്ന് കറി വെക്കാനായിട്ട് മീനെല്ലാം എടുത്ത് അടുപ്പയിലോട്ട് വെച്ച ശേഷം മീനെല്ലാം അടുപ്പിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ടേ. അപ്പം മീൻ വെച്ച ശേഷം ഞാൻ പിന്നെ പോയി എനിക്കൊരു കൂമ്പ് പറിക്കണമായിരുന്നു. അപ്പോൾ ഒരു കൂമ്പ് ഞാൻ രാവിലെ കണ്ടിട്ടാണ് പോയത്. അത് ഞാൻ പാളാന്തോടൻ്റെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു ചീനിക്കമ്പെടുത്ത് അതെടുത്ത് കുത്തിയിട്ട ശേഷം ഞാൻ അതങ്ങ് ചാലിൽ വീണു. അപ്പോൾ അതെടുത്ത ശേഷം ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴാണ് ഞങ്ങളുടെ അടക്കയിൽ നിന്ന് ഒരു പാക്ക് വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളത്തിൽ കിടക്കുമായിരുന്നു കേട്ടോ. അത് ഞാൻ എടുത്ത വഴിക്കാണ് അവിടെ ഒരു ചെറിയൊരു പച്ച തവള ഇങ്ങനെ ചെറുതായിട്ട് ഒരു കുഞ്ഞിതായിരുന്നേ. അപ്പോൾ അത് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, ഇരിക്കുന്നത് അതിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ അവളോട് ഇരിക്കുന്നത് കാണിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് പിന്നെ അങ്ങോട്ട് ചാടിയത് പിന്നെ അങ്ങ് മുങ്ങി അങ്ങ് പോയി. അതിനുശേഷം ഞാൻ പിന്നെ വന്ന ശേഷം ഞാൻ ഈ പാക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ സൈഡിലോട്ട് കൊണ്ടിടുക. എന്നിട്ട് പാലൊക്കെ എടുത്ത് അടുപ്പിലോട്ട് വെച്ച് ശേഷം ഈ കൂമ്പൊക്കെ കൊണ്ടുവന്ന് അരിഞ്ഞ് ഇങ്ങനെയൊക്കെ നിങ്ങളും ചെയ്യത്തില്ലേ? ഇങ്ങനെയൊക്കെ നമ്മളത് അരിഞ്ഞ ശേഷം കറ എടുത്ത് കളയാനായിട്ട്. അപ്പോൾ ആ കറയൊക്കെ എടുത്ത് ഞാനിങ്ങനെ ചുരുട്ടി അതിൻ്റെ ആ നൂല് പോലുള്ളതൊക്കെ മാറ്റിയിട്ട് എനിക്ക് അന്നേരം തന്നെ എൻ്റെ മോളൊരു കപ്പയ്ക്കൊക്കെ കണ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അതൊക്കെ കഴിച്ച ശേഷം പിന്നെ ചോറ് കഴിക്കാനായിട്ട് പപ്പടവും ചോറും മീനും തോരനും എല്ലാം കൂട്ടി ഞങ്ങളൊരു ചോറ് കഴിച്ചു കേട്ടോ.